കുട്ടികളെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയും വലിയ പുസ്തകം എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ടോ? അത് മാറ്റാനുള്ള ഒരു ടെക്നിക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീടിന്റെ താഴത്തെ നിലയിൽ ഒരു ചാക്ക് നിറച്ച് വെയിറ്റുള്ള ധാന്യങ്ങൾ വെച്ചിട്ട് അച്ഛൻ പറയുകയാണ് ഇതൊന്ന് മുകളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി തന്നിട്ട് പോവാണെന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ കുറേയധികം ശ്രമിച്ചു നോക്കി, നമ്മെ കൊണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സിനെ അന്വേഷിച്ച് നോക്കി, ആരെയും കിട്ടുന്നുമില്ല. പക്ഷെ അവിടെ ചിന്തിച്ചു, ഈ ധാന്യത്തിന്റെ ചാക്കൊന്ന് അഴിച്ചതിന് ശേഷം കുറേശ്ശെയായി ഒരു പാത്രത്തിൽ ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പല പ്രാവശ്യമായിട്ട് നമ്മൾ എത്തിച്ചു. ഈ ധാന്യങ്ങൾ മുഴുവൻ നമുക്ക് കുറച്ച് സമയം കൊണ്ട് അവിടെ എത്തിക്കാൻ സാധിച്ചു. ഇതാണ് മക്കളെ ജപ്പാൻകാരുടെ കൈസൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് നമ്മുടെ പഠനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ അതെന്താണത്? അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, സിസ്റ്റത്തിനാണ് പ്രാധാന്യം. എനിക്ക് പഠിക്കാൻ വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഇത് മുഴുവൻ പഠിച്ചു തീർക്കണം. അപ്പോൾ നാം എന്ത് ചെയ്യണം? അതിൻ്റെ ഓരോ കുറേശ്ശെ പേജുകൾ എടുത്തിട്ട് അത് ഓരോ ദിവസത്തെ ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഓരോന്നായി സ്മോൾ ആയി ഫിനിഷ് ചെയ്ത് മുന്നോട്ട് പോവുക. സ്മോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇങ്ങനെ നമുക്ക് വലുതായിട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളെ കുറേശ്ശെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ദിവസമായി ടൈം ബൗണ്ടഡായി ചെയ്ത് തീർക്കുമ്പോൾ നാം പോലും അറിയാതെ അത്രയും വലിയ കാര്യങ്ങളെ ഈസിയായി ചെയ്തു തീർക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ടോപ്പ് പൊസിഷൻസും ഡെസിഗ്നേഷൻസും സ്മോൾ ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റിലൂടെ, ചെറിയ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിലൂടെ നമ്മിലേക്ക് എത്തിക്കാനും നമുക്ക് ഏറ്റവും നല്ല വിജയം നേടാനും ഫിനിഷ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു.